നമസ്കാരം. അടിച്ചമർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു തന്നെ നിൽക്കും. പാലക്കാട് MLA എന്ന് ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് നടന്നു കയറിയത് തലകുനിക്കാനല്ല, മറിച്ച് ആരോപണങ്ങളുടെ ചീട്ടുകൊട്ടാരങ്ങൾ പൊളിച്ചെടുക്കുവാനാണ്. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ക്ലബിന്റെ പടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറുമ്പോൾ അത് വെറുമൊരു ഹാജരാകൽ മാത്രമല്ല, രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് നിയമം കൊണ്ട് മറുപടി നൽകുവാനുള്ള ചങ്കൂറ്റത്തിന്റെ തുടക്കം കൂടിയാണ്. ആദ്യ കേസിൽ ജാമ്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത് രാഹുലിന്റെ ആത്മവിശ്വാസമാണ് വ്യക്തമാക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പീഡന പരാതികൾ കെട്ടിച്ചമച്ച അപൂർവമായ വേഗതയിൽ രഹസ്യമൊഴികൾ രേഖപ്പെടുത്തി ഒരു ജനപ്രതിനിധിയെ കുടുക്കുവാൻ നോക്കുന്നവർക്ക് ഇനി സംഭവിക്കുന്നത് എന്തായിരിക്കും? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യമാകുന്നത്? ഉത്തരം ലളിതമാണ്. ഭരണപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് രാഹുൽ നേടിയ ആ പടുകൂറ്റൻ വിജയം പലരെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ തെരുവിലെ പോരാട്ടങ്ങളിലൂടെ കരുത്തു തെളിയിച്ച രാഹുൽ നിയമസഭയ്ക്കുള്ളിലും സർക്കാരിന് തലവേദനയാകുമെന്നത് ഉറപ്പാണ്. ആദ്യ പീഡന പരാതി ഉയർന്നു വന്ന സമയം ശ്രദ്ധിക്കുക. പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടിലായിരുന്നപ്പോൾ തന്നെ രാഹുലിനെ തളയ്ക്കുവാൻ ഈ ആരോപണങ്ങൾ ആയുധമാക്കി. എന്നാൽ ജനകീയ കോടതിയിൽ രാഹുൽ വിജയിച്ചു. ഇപ്പോൾ ഇതാ അദ്ദേഹം നിയമസഭയിലെത്തുമ്പോൾ പഴയ കേസുകൾ കുത്തിപ്പൊക്കിയും പുതിയ പരാതികൾ സൃഷ്ടിച്ചും അദ്ദേഹത്തെ പോലീസ് ക്ലബ്ബുകളിൽ തളച്ചിടുവാനാണ് നീക്കം നടക്കുന്നത്. ഇന്ന് പേരൂർക്കട പോലീസ് ക്ലബ്ബിൽ രാഹുൽ എത്തിയത് ഒന്നാം പീഡന പരാതിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ്. അതീവ രഹസ്യമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി ആരും അറിയാതെയായിരുന്നു ഈ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. മാസങ്ങൾക്ക് മുൻപുയർന്ന ഈ പരാതിയിൽ ഹൈക്കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൃത്യമായ തെളിവുകളുടെ അഭാവവും പരാതിയിലെ വൈരുദ്ധ്യവുമാണ് അന്ന് കോടതി നിരീക്ഷിച്ചത്. ഇതുവരെ രാഹുലിനെ ചോദ്യം ചെയ്യാനോ വിവരങ്ങൾ ശേഖരിക്കുവാനോ പോലീസിന് സാധിച്ചിരുന്നില്ല എന്ന പല്ലവി ഉയർത്തിയാണ് ഇന്ന് അദ്ദേഹത്തെ വിളിപ്പിച്ചത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ മാസങ്ങളായി കയ്യിലുള്ള പരാതിയിൽ ഇപ്പോഴാണോ ഡിജിറ്റൽ തെളിവുകൾ തേടുന്നത് എന്ന ചോദ്യം രാഹുലിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നു. അന്വേഷണത്തോട് 100% സഹകരിക്കുമെന്ന രാഹുലിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് കാട്ടുന്നത്. ഒന്നാം കേസിൽ രാഹുൽ ജാമ്യം നേടി പുറത്തിറങ്ങുമ്പോൾ അതുകൊണ്ട് മാത്രം തളയ്ക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ മൂന്നാം പരാതിയുമായി അടുത്ത അതിജീവിത രംഗത്ത് വന്നത്? തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ഇവിടെയാണ് പോലീസിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. സാധാരണ ബലാത്സംഗ കേസുകളിൽ പരാതിക്കാരി നേരിട്ട് കോടതിയിലെത്തി മൊഴി നൽകുന്നതാണ് രീതി. എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി രഹസ്യമൊഴി രേഖപ്പെടുത്തി. കുറ്റപത്രം അടിയന്തരമായി സമർപ്പിക്കുവാൻ പോലീസ് കാണുന്ന ഈ അമിത ആവേശം ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആദ്യ പരാതിയിലെ തെളിവില്ലായ്മ മറികടക്കാൻ പുതിയ കേസുകൾ അടുക്കി വെക്കുന്ന ഈ രീതി ജനാധിപത്യപരമായ പോരാട്ടമല്ല, പകരം തീർത്തും വ്യക്തിപരമായ വേട്ടയാടലാണ്. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, പക്ഷെ അത് തെളിയിക്കപ്പെടണം. പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുവാൻ രാഹുലിന് ഭയമില്ല. കാരണം പാലക്കാട്ടെ 10,000-കണക്കിന് വോട്ടർമാരുടെ പിന്തുണയും സത്യവും തന്റെ ഭാഗത്താണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പോലീസ് പടയെ ഉപയോഗിച്ച് ഒരു യുവ നേതാവിനെ നിശബ്ദമാക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് പാലക്കാട്ടുകാരും പറയുന്നു. അന്വേഷണം നീതിപൂർവമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും കളങ്കമില്ലാതെ തിരിച്ചുവരും. ഗൂഢാലോചനകളുടെ മുനയൊടിക്കുന്ന കാഴ്ചയ്ക്കായി ആ പാലക്കാട്ടിലെ ജനതയും കാത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടക്കുന്നത് സമാനതകളില്ലാത്ത ഗൂഢാലോചനകളാണ്. ഇത് വെറും ഒരു പീഡന പരാതിയല്ല, മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പരമ്പരയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ നീക്കങ്ങൾ. രാഷ്ട്രീയ മുന്നേറ്റത്തെ തടയാനാവില്ല എന്ന് കണ്ടപ്പോഴാണ് അതീവ ഗുരുതരമായ ബലാത്സംഗ ആരോപണങ്ങളുമായി അതിജീവിതമാരെ ഓരോരുത്തരായി രംഗത്തിറക്കിയത്. ഓരോ കേസും രാഹുൽ നിയമപരമായി നേരിട്ട് ജാമ്യം നേടുമ്പോൾ അടുത്ത കേസുമായി പുതിയ ആൾക്കാർ പ്രത്യക്ഷപ്പെടുന്നു. ഇത് രാഹുലിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അല്ലേ എന്നാണ് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഇതിനിടയിൽ തന്നെ റിനി എത്തി, ഷഹനാസ് എത്തി. ഇതൊക്കെ ആരുടെ പ്ലാനിംഗ് ആണ്? ആദ്യത്തെ പീഡന പരാതിയിൽ രാഹുലിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതാണ്. അന്വേഷണവുമായി സഹകരിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് പരാതിക്കാരുടെ മൊഴികളിലെ വൈരുദ്ധ്യം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആശ്വാസകരമായ വിധിയുണ്ടായത്. എന്നാൽ ഈ കേസ് എങ്ങനെയെങ്കിലും ജീവനോടെ നിലനിർത്താൻ പരാതിക്കാരി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നും രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്നുമാണ് അവരുടെ ആവശ്യം. സാധാരണ ഒരു പരാതിക്കാരിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ നിയമസഹായവും പിൻബലവും ഇവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. രാഹുലിനെ ജയിലിനുള്ളിലാക്കാൻ ഡൽഹി വരെ നീളുന്ന ഈ കരുനീക്കങ്ങൾക്ക് പിന്നിൽ വൻ സ്രാവുകളുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഇന്ന് പേരൂർക്കട പോലീസ് ക്ലബിൽ രാഹുൽ ഹാജരായത് ഈ ഒന്നാം കേസിലെ ബാക്കി പത്രമായിട്ടാണ്. എന്നാൽ ഇതിനിടയിൽ തിരുവല്ലയിലെ ഹോട്ടലുമായി ബന്ധപ്പെട്ട മൂന്നാം കേസ് പോലീസ് കുത്തിപ്പൊക്കി. അതിജീവിതയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി രേഖപ്പെടുത്തിയ ആ അപൂർവ തിടുക്കം ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഇത്ര വേഗത്തിൽ കുറ്റപത്രം നൽകാൻ ശ്രമിക്കുന്നത്?
പാലക്കാട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത തങ്ങളുടെ ജനപ്രതിനിധിയെ നിയമസഭയിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതെ കോടതികൾ തോറും നടത്തിച്ചു തളർത്തുക എന്നതാണോ ലക്ഷ്യം? അതിജീവിതമാർ, റിനി, ഷഹനാസ്, ഈ ഒരു ചങ്ങലയിൽ എവിടെയാണ് സത്യം ഒളിഞ്ഞിരിക്കുന്നത്? ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ ഇന്ന് രാഹുലിനെ വിളിച്ചു വരുത്തുമ്പോൾ തന്നെ നിരപരാധിത്വം തെളിയിക്കുന്ന തെളിവുകൾ രാഹുൽ തന്നെ പോലീസിന് മുന്നിൽ വെക്കുമെന്നാണ് സൂചന. വേട്ടയാടൽ തുടരട്ടെ, പക്ഷേ സത്യം ഒരു നാൾ പുറത്തുവരും. ഷഹനാസും റിനിയും അതിജീവിതമാരും ഉയർത്തിയ ആരോപണങ്ങൾ നിയമത്തിന്റെ തുലാസിൽ തൂക്കിനോക്കപ്പെടും. സുപ്രീം കോടതി വരെ നീളുന്ന ഈ നിയമ പോരാട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തളരില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ നൽകുന്ന ഉറപ്പും. പോലീസ് ക്ലബിൽ നിന്ന് രാഹുൽ പുറത്തിറങ്ങുന്നത് കൂടുതൽ കരുത്തനായിരിക്കും. വേട്ടയാടുന്നവർക്ക് കാലം കാത്തുവച്ചിരിക്കുന്നത് വലിയ തിരിച്ചടികളും. അതേസമയം നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ പരാതിയിൽ ഹൈക്കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരി. ഹൈക്കോടതി നിരീക്ഷണങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് യുവതി രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിലേക്ക് നീങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസകരമായ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യ ഉത്തരവ് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് യുവതിയുടെ ഈ നീക്കം. കേസിലെ ഒന്നാം പരാതിക്കാരി ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ നടപടികൾ തുടങ്ങി. പ്രമുഖ അഭിഭാഷകരുമായി യുവതി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ ഹർജി ഫയൽ ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ആഴ്ചയാണ് കേരള ഹൈക്കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയത്. ബന്ധം ഉഭയസമ്മതപ്രകാരമുള്ളതാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത്. കൂടാതെ ഗർഭചിത്രത്തിനായി യുവതി സ്വമേധയാ മരുന്ന് കഴിച്ചതാണെന്ന പ്രതിഭാഗവാദവും കോടതി പരിഗണിച്ചിരുന്നു. ഈ നിരീക്ഷണങ്ങളെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് പരാതിക്കാരിയുടെ തീരുമാനം. താൻ ബലാത്സംഗത്തിന് ഇരയായതാണെന്നും തെളിവുകൾ അട്ടിമറിക്കപ്പെടുവാൻ സാധ്യത ഉണ്ടെന്നും യുവതി ആരോപിക്കുന്നു. ജാമ്യം ലഭിച്ചെങ്കിലും കടുത്ത ഉപാധികളായിരുന്നു ഹൈക്കോടതി രാഹുലിനുമേൽ ചുമത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, തന്റെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറണം, കേരളം വിട്ടുപോകരുത് എന്നൊക്കെയാണ് നിർദ്ദേശങ്ങളായി നൽകിയിട്ടുള്ളത്. മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ കേസിലെ സുപ്രധാന തെളിവാണെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിക്കുന്നുണ്ട്. നിലവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് LDFും BJPയും വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. അസംബ്ലി എത്തിക്സ് കമ്മിറ്റിയുടെ നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഒരു വശത്ത് സുപ്രീം കോടതിയിലേക്കുള്ള പരാതിക്കാരുടെ നീക്കം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി വീണ്ടും അനിശ്ചിതത്വത്തിലാക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകൾ അന്വേഷണം പുരോഗമിക്കുമ്പോഴും കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ആശ്വാസം നൽകുന്നതാണ്. പല ആരോപണങ്ങളിലും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്ന കാര്യത്തിൽ കോടതി ഗൗരവകരമായ നിരീക്ഷണമാണ് നടത്തിയത്. തകർന്ന എല്ലാ ബന്ധങ്ങളെയും ബലാത്സംഗമായി കാണാൻ കഴിയില്ലെന്ന സുപ്രധാന നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പരാതിക്കാരിക്ക് പ്രതിയുമായി ദീർഘകാലമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും അത് സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നിരിക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റേതാണ് ഈ വിധി. മുൻപും പല നിർണായക ക്രിമിനൽ കേസുകളിലും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ കേസിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: ഒരു ബന്ധം തകരുമ്പോൾ അതെങ്ങനെ ബലാത്സംഗമായി മാറും? പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം പിന്നീട് തകരുമ്പോൾ അത് ഉഭയസമ്മതപ്രകാരമുള്ളതാണോ അതോ പീഡനമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകി എന്ന ഈ പരാതിയിലും കോടതി വ്യക്തമായ മറുപടി നൽകി. പരാതിക്കാരുടെ തന്നെ മൊഴിയും പോലീസിന്റെ റിപ്പോർട്ടും പരിശോധിക്കുമ്പോൾ മരുന്ന് അവർ സ്വന്തം ഇഷ്ടപ്രകാരം കഴിച്ചതായാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്.